ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ്. ഡിസ്ചാർജായി വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ചെക്കപ്പാണ്. എൻ്റെ വയറൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടും. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഡൽഹി പോയപ്പോൾ എടുത്തതായിരുന്നു. ജസ്റ്റ് ഒരു 150 റുപ്പീസിൻ്റെ കുർത്തിയാണ്. അതിലേക്കൊരു മാക്സിൻ്റെ ബ്ലാക്ക് ലെഗിൻസ് ഞാൻ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ഷീണമൊക്കെ മാറി വരുത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും മുഖത്ത് ഡാർക്ക് സർക്കിൾസൊക്കെ പോയിട്ടില്ല. എനിക്ക് എത്ര മരുന്ന് കഴിച്ചാലും ക്ഷീണം ഉണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല. ഈ ഫുൾ ടൈം നെബുലൈസേഷൻ ഉള്ളത് കൊണ്ട് രാത്രിയൊക്കെ അലാറം വെച്ച് എണീറ്റ് നെബുലൈസേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വളരെ കുറവാണ്. അതിൻ്റെ ഒരു ഡാർക്ക് സർക്കിൾ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് മുഖത്ത് എന്തെങ്കിലും ഒന്ന് ഇടുന്നത്. അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത് നല്ല ആസ്വദിച്ചിടുന്നുണ്ട്. പിന്നെ ഞാൻ നോർമലി ഒരു ലിപ് ബാം യൂസ് ചെയ്തു. എനിക്കിതിൻ്റെ ഒന്നും സ്മെല്ലധികം പറ്റുന്നില്ല. അതുകൊണ്ട് വളരെ ലെസ് ക്വാണ്ടിറ്റി മാത്രമേ ഇടുന്നുള്ളൂ. ഈ ലിപ് ബാം മാമാരത്തിൻ്റെ ലിപ് ബാം ആട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം. കാരണം സ്മെല്ലോ കളറോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു അടിപൊളി സാധനമാണ്. ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ ഒരു പറ്റിയ ശ്രമിച്ച് നോക്കാവുന്ന ഒരു ലിപ് ബാമാണ്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. എൻ്റെ ഐബ്രോ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഐബ്രോയും കൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ കുറേ ആൻറ്റിബയോട്ടിക്സും ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലേ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണെഴുതി. ഈ കണ്ണെഴുതുന്നതും അതുപോലെ തന്നെ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ എനിക്ക് ഒന്നാമത്തെ കാര്യം കുറേ ദിവസമായിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു പൂതി ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങാം എന്നുള്ളൊരു ഇതുകൊണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് മേക്കപ്പ് ഇട്ട് ആശുപത്രി പോകേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതായിരുന്നു. ഞാൻ ജസ്റ്റ് കണ്ണെഴുതി. ഇത് ഷുഗറിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാട്ടോ. അതിലൊരു മിററുണ്ട്, അതിൽ നോക്കിയിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. കണ്ണിൽ എന്താ പറയുക, കണ്ണെഴുതുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കണ്ണിൽ കുത്തു എന്നുള്ളത്. കാരണം 10-30 ദിവസമായി കണ്ണൊക്കെ എഴുതിയിട്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വലിയ കുഴപ്പമില്ലാതെ അതിൽ വിജയിച്ചു. വലിയ പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പെട്ടെന്ന് കണ്ണൊക്കെ എഴുതി റെഡിയായി. കണ്ടോ, കണ്ണ് എഴുതിയപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു തെളിച്ചം വന്ന പോലെയല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കണ്ണെഴുതിയിട്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഉറക്കമേ ഇല്ല. 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ഉറക്കമില്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണവും ബോഡി പെയിനും വേറെ, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നുമില്ല. ഈ നെബുലൈസേഷൻ ഇങ്ങനെ ഇടവിട്ട് ചെയ്യുന്ന കാരണം രാത്രിക്ക് അലാറം വെച്ച് എണീറ്റിട്ട് വേണം നെബുലൈസേഷൻ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ഉറങ്ങാതിരിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് എൻ്റെ മുഖത്ത് വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ഒരു ബ്ലാക്ക് നമ്മുടെ ഐടെക്സിൻ്റെ പൊട്ടില്ലേ, അതൊരെണ്ണം ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയില്ലേ. എനിക്കെന്തോ ഇങ്ങനെ മുഖത്തിങ്ങനെ നമ്മളിങ്ങനെ ഓരോരോരോ സ്റ്റെപ്പായിട്ട് ലേറ്റ് എത്തില്ലേ, അതുപോലൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ മുടി ചീകി കെട്ടി. മുടിയിലും വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ കാര്യപ്പെട്ട് മുടിയിൽ ജടകളയലോ ചിക്കറക്കലോ ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് നല്ല പെയിനുണ്ട്. ഉറങ്ങാഞ്ഞിട്ട് തലയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും നല്ല പെയിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചീകി ഒരു വൃത്തിയിൽ പോകണമല്ലോ എന്നുള്ളത് കൊണ്ടൊന്ന് ചീകിയിട്ട് മുന്നിക്കിട്ടു. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. കുളിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഒരു 10-20 ദിവസമായി കുളിച്ചിട്ടില്ല. അപ്പം മുടി ഇങ്ങനെ നന്നായിട്ടൊന്ന് താഴെ വരെ ചീകി കൊടുക്കുന്നുണ്ട്. ചീകി കൊടുത്തതിൻ്റെ ശേഷം സാധാ മാതിരി മുടഞ്ഞിടുന്നുള്ളൂ. എല്ലാം കൂടി മുന്നിക്ക് എടുത്തിട്ട് നമ്മൾ ഒന്നാകെ മുടഞ്ഞിടില്ലേ, അങ്ങനെ മാത്രം മുടഞ്ഞിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മുടഞ്ഞിട്ട് തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. ഞാൻ 2-3 തവണ അങ്ങനെ മുടി മുടഞ്ഞിട്ട് ഊരി, വീണ്ടും മുടഞ്ഞു, വീണ്ടും ഊരി, അങ്ങനെയൊക്കെയാണ് ഞാൻ മുടഞ്ഞിട്ടിട്ട് പോയത്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാഞ്ഞിട്ട് ഞാൻ അവസാനം ഈ ഒരു ഹെയർ സ്റ്റൈലും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരൂർ ആലത്തിയൂർ ഇമ്പിച്ചി ബാവ ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അസുഖം ശ്വാസം മുട്ടാണ്. നല്ല സിവിയറായിട്ട് ശ്വാസം മുട്ട് ബാധിച്ചു. ലങ്സിനെ ഇൻഫെക്ഷനായി. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ എക്കോ ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചൊരു എന്താ പറയുക സിവിയർ കണ്ടീഷനായി. അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ റെസ്റ്റും അതുപോലെ തന്നെ അസുഖവും ആശുപത്രി പോക്കൊക്കെ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയും എന്താ അസുഖം എന്നുള്ളത്. ശ്വാസം മുട്ട് കൂടിപ്പോയി, നന്നായിട്ട് കൂടിപ്പോയി. ഓക്സിജൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നു. അതായിരുന്നു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഒന്നും എനിക്ക് പറ്റുന്നില്ല. സ്പ്രേ ഒന്നും അടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് വേറെ
നമുക്കിങ്ങോട്ട് സ്മെല്ല് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം. കണ്ടില്ലേ, ഞാൻ ഒരു തവണ മുടി മുടഞ്ഞിട്ടു, വീണ്ടും ഊരി, വീണ്ടും മുടി അതേമാതിരി തന്നെ മുടഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ ആവില്ല കേട്ടോ. ഞാൻ മുടി വേറെ സ്റ്റൈലിൽ മാറ്റി കെട്ടിയത്, അതേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ മാസ്ക് അത് മുഖ്യമാണ്. സെക്കൻഡറി കോണ്ടാക്റ്റ് ഒന്നും എനിക്ക് പാടില്ല. വീട്ടിലെല്ലാവരും ഇപ്പോൾ മാസ്കൊക്കെ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഒരു ബൾബ് കത്തിയിട്ടുണ്ട്, ഒരേ ഒരു ബൾബ്, ബാക്കി എല്ലാ ബൾബുകളും പോയി. ഇനി ആ ഒരൊറ്റ കുരു മാത്രം പോയി കഴിഞ്ഞാൽ വൃത്തിയാവും. കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും മുഖത്തെ പാടുകളൊക്കെ പോകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി എന്തായാലും വെയിലൊന്നും കൊള്ളാൻ പറ്റില്ലല്ലോ. കണ്ടോ, ഞാൻ മുടി മാറ്റി കെട്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ പോകുന്നേക്കാൾ മുന്നേ ഞാൻ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി ഉള്ളിച്ചമ്മന്തി നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ പാടില്ല, കാരണം ഉഴുന്ന് ഉള്ള കാരണം. പക്ഷെ എന്നാലും അന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചു. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും പറ്റുമോ പറ്റില്ലേ, അങ്ങനെ പറ്റുമോ പറ്റില്ല എന്നൊക്കെ നോക്കി ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടാം. പുറത്തൊന്നും പോവാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിന് റിയാക്ഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ ഓക്കെ. അതല്ല, റിയാക്ഷനൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു കണ്ടീഷൻ നമുക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. നല്ല അലർജിക്കാണ് ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ ഓരോന്ന് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാരകമായിട്ടുള്ള അസുഖമൊന്നുമില്ല, പക്ഷേ വന്നത് നമുക്ക് പെട്ടെന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെയർ ചെയ്യുന്നത്. പിന്നെ ഞാനും അമ്മയും കൂടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. അതൊരു ലോങ് ഹാൻഡ് ബാഗാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബാഗാണ്. എൻ്റെ അടുത്തൊരു 1.5 വർഷമായി. പിന്നെ ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല, കമ്മലിടാനൊരു മൂഡും ഉണ്ടായിരുന്നില്ല. പിന്നെ നോർമലി പുറത്തേക്കൊക്കെ പോകുന്ന അതേ എന്താ പറയുക, എൻ്റെ ചെരുപ്പ്, എൻ്റെ ക്രോക്സിൻ്റെ മൈ ഓൺ ക്രോക്സ് ചെരുപ്പ് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ടോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അതേമാതിരി ഉള്ളിൽ കയറിയതാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയത്. അവിടെ ഇവിടെയൊക്കെ മാങ്ങയും മറ്റേത് മറിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ചെടികളുടെ അടുത്തൊക്കെ പോയി നോക്കി. പക്ഷെ എനിക്ക് ആക്ച്വലി ഇവിടെ നിന്നും എന്താ പറയുക, ചെടിയുടെ അടുത്ത് പോകരുത്, അതുപോലെ പെറ്റ്സിൻ്റെ അടുത്ത് പോകരുത്, അതുപോലെ പൊടിയുള്ള സ്ഥലത്ത് പോകരുതെന്നൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞാനൊക്കെ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുള്ളൂ. നമ്മുടെ ആന്തൂറിയൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചെടിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല, ചെടിയൊന്നും തൊടുന്നില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം പേടിയാണ്. മറ്റേത് പാടില്ല എന്നൊക്കെ പറയുന്നത്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ നമുക്കൊരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ആ ക്യൂരിയോസിറ്റി ഒന്നും എനിക്കിപ്പോൾ ഇല്ല, നല്ല പേടിയുണ്ട്. പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതൊരു അടിപൊളി ഔഷധമാണ്. എന്താണ് അതിൻ്റെ പേരെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഈ ശ്വാസം മുട്ട്, പനി, ചുമ, തൊണ്ടവേദന ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളി ഒരു ഔഷധമാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ ഇട്ട് തിളപ്പിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഞാനും അമ്മയും കൂടി. നമുക്ക് കാറില്ലാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളോട് പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കാനാട്ടോ മാക്സിമം പറഞ്ഞിട്ടുള്ളത്. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓട്ടോ വിളിച്ചതും. പിന്നെ ഞാൻ എൻ്റെ കുരുയൊക്കെ നോക്കി നിർവൃതി അടഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ടോ, ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു ഈ സമയത്ത്. നല്ല സൺ കിസ്ഡ് ലുക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വ്ളോഗ് കാണാം. അതുവരേക്കും